ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കാരമൽ കസ്റ്റേർഡ് ബ്രെഡ് പുഡിംഗ് ആണ്. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലെടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി പുഡിംഗ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യണം, കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അടികട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പഞ്ചസാര ഒന്ന് ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. പഞ്ചസാര മുഴുവനായി മെൽറ്റായിട്ടുണ്ട്, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിലേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചെറിയൊരു കേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ആദ്യം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസ് ബ്രെഡ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ട് ഉണ്ടാവില്ലേ, ആ സൈഡ് പാർട്ടൊക്കെ കളഞ്ഞിട്ട് ബ്രെഡ് ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടികട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ബ്രെഡും കസ്റ്റേർഡ് പൗഡറൊക്കെ ചേർത്തതല്ലേ, പെട്ടെന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പാലിന് പകരം 2 കപ്പ് പാലെടുക്കാം. 5-6 സ്ലൈസ് ബ്രെഡ് ചേർക്കാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് ആണല്ലോ ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിവിടെ ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കാരമൽ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലവണ്ണം കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. വൈറ്റ് കളറിലുള്ള പാത്രത്തിലാണ് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് കളർ, ഇത്ര കളർ വേണ്ട, ഇതിലും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് വേണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കേക്ക് ടിൻ നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ പുഡിംഗ് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസി ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്